നമ്മുടെ വാഹനത്തിനകത്ത് എന്ത് എനർജി ഉണ്ടാകുന്നത്? ഹീറ്റ് എനർജി. ആ ഹീറ്റ് എനർജി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഈ എൻജിൻ്റെ ബ്ലോക്കൊക്കെ എന്ത് ചെയ്യും? ചൂടാകത്തില്ലേ? ഇപ്പോൾ ചൂടാകുമ്പോൾ അതിനെ വാട്ടർ സർക്കുലേഷൻ വഴി കൂളിംഗ് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയാണ് റേഡിയേറ്റർ എന്ന് ഉപയോഗിക്കുന്നത്. റേഡിയേറ്ററിൻ്റെ ഈ ഇരിക്കുന്ന ഭാഗത്തേക്ക് കണ്ടോ, ഇതിനെ അപ്പർ ടാങ്ക് എന്നാണ് പറയുന്നത്. ഇതൊരു ടാങ്കാണ്. അത് കഴിഞ്ഞ് ആ അപ്പർ ടാങ്കിൽ കൂടെയുള്ള വാട്ടർ താണ്ട് ഇങ്ങനെ ഇത് മൊത്തം ലെയറുകളാണ്, ഓരോ ലെയറുകളാണ്. ഈ വെള്ളം ഇങ്ങനെ കുറേ ഇങ്ങനെ പോയി നേരെ വന്ന് വരുമ്പോൾ ഇത് കണ്ടോ, ഇതിന് ലോവർ ടാങ്ക് എന്ന് പറയും. ഈ ടാങ്കിൽ കൂടി പോകുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. ആ വെള്ളം നേരെ പോകുന്ന ഈ ബൈപ്പാസ് ഹോസ് വഴി എൻജിൻ്റെ വാട്ടർ ബ്ലോക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ആ തണുത്ത വെള്ളത്തിനകത്ത് ചൂടാകണം ചെയ്യുമ്പോൾ ആ വെള്ളം ചൂടാകത്തില്ലേ? ചൂടായി ആ വെള്ളം വീണ്ടും വഴി ഈ അപ്പർ ടാങ്ക് വരും. ഇവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ തണുപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. ഇങ്ങനെ റീസൈക്കിളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ റേഡിയേറ്റർ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിനകത്തുണ്ടാകുന്ന എൻജിൻ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി കൂളിംഗ് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയാണ് റേഡിയേറ്റർ ഉപയോഗിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ റേഡിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡിൻ്റെ പേര് ഞാൻ എന്ത് പറഞ്ഞു? കൂളൻ്റ്.